ഗുരുവായൂർ, ചാവക്കാട്, പാവറട്ടി ഈ ഒരു ഏരിയയിലൊക്കെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കായൽക്കടവ് റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കായലിന് തീരത്താണ് ഈ ഒരു കായൽക്കടവ് റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിഗംഭീരമായിട്ടാണ്, വളരെ വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ധാരാളം ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതിപ്പോൾ കല്യാണം മുതൽ ബർത്ത്ഡേ പാർട്ടീസ് ആവട്ടെ, കൾച്ചറൽ ഇവൻറ്റ്സ് ആവട്ടെ, എല്ലാതരം പരിപാടികളും ഇവിടെ ഇങ്ങനെ നടക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഡെക്കറേഷനൊക്കെ വരുന്ന സമയത്ത് ഈവനിങ് ടൈമിലൊക്കെ സൂപ്പറായിരിക്കും. ഈ ഒരു കായലിൻ്റെ ആ ഒരു മനോഹാരിതയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നവർക്കാണെങ്കിലും ഫംഗ്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഈ ഒരു ആംബിയൻസിൽ ആ ഒരു പരിപാടി നടക്കുന്ന സമയത്ത്. അപ്പോൾ കായൽക്കടവ് എന്ന് പറയുന്ന ഈ നൈറ്റ് ലൈഫ് സെൻറ്റർ എന്നൊക്കെയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഇവിടെ ഇതാക്കണ്ടാവും. വളരെ ഗംഭീരമായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ടുള്ളത്. കുറച്ചധികം ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻസൊക്കെ നമുക്ക് ഈസി ആയിട്ട് നടത്താനായിട്ട് പറ്റും. ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ സ്പെഷ്യലാക്കി മാറ്റാനായിട്ട് സാധിക്കും കായൽക്കടവിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കായലല്ലേ, എന്ത് ഭംഗി അവിടെ കാണാനായിട്ട് തന്നെ. ഇതിങ്ങനെ നല്ല രസമായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഈ കായലിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം, നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമുക്കൊരു സ്പെഷ്യലാക്കി മാറ്റാനായിട്ട് പറ്റും. ഈ കായൽക്കടവ് റിസോർട്ടിലാണ് നമ്മുടെ ഫംഗ്ഷൻ വെക്കുന്നതെങ്കിൽ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും നമുക്ക് വെറുതെ വരുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ അതൊരു ഫംഗ്ഷൻ കൂടെ ആകുമ്പോൾ ഒരു എക്സ്ട്രാ സ്പെഷ്യലായിട്ട് മാറുകയാണ് അല്ലേ. ഒരു ഓപ്പൺ സ്പേസിൽ ഫംഗ്ഷൻ നടത്താനായിരിക്കും ഇപ്പോൾ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്പേസ് നോക്കുന്നവർക്ക് ശരിക്കും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് കായൽക്കടവ്. ഇവിടെ നമുക്ക് ഓപ്പൺ സ്പേസ് ഒരുപാട് വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഈ കായലിനോട് ചേർന്നുള്ളതായതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവും. കളിക്കാനും ഒക്കെ കുറേ സ്ഥലമുണ്ട്. പിന്നെ നമുക്കൊരു ഷെഡ് ഏരിയ വേണമെങ്കിൽ അങ്ങനെ ആ ഒരു ഏരിയ വേറെയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നൈറ്റ് ഫങ്ഷൻസ് നടത്തുന്നവർക്കായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ ടൈമും ഓക്കെയാണ് എങ്കിൽ കൂടെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളാണ്. ഈ കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ ഒരു രസമല്ലേ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെയായിരിക്കും കായൽക്കടവ് റിസോർട്ട്സ്. കായൽക്കടവ് റിസോർട്ട്സിൻ്റെ സാരഥിയായിട്ടുള്ള ഷെരീഫാണ് നമ്മുടെ കൂടെയുള്ളത്. ആദ്യമായിട്ട് ഒരു സംശയം ചോദിക്കട്ടെ, നമ്മുടെ ഈ ഒരു കായൽക്കടവ് എന്നുള്ളൊരു ആശയം ഇത് പ്രാവർത്തികമാക്കിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട്? ഇതിപ്പോൾ 2007 ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം അന്നത്തെ ടൂറിസം ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാറാണ് അന്ന് ഇതിൻ്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിൻ്റെയും ഒരു 5-6 വർഷം മുമ്പ് ഞാൻ വിദേശത്ത് കുറച്ചു കാലം പോയിട്ടുണ്ടായിരുന്നു, 2 വർഷത്തോളം. അപ്പോൾ അവിടെ ജോലി അന്വേഷിച്ചിട്ട് ഞാനിവിടെ അബുദാബി, കോർണിഷ് ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നടക്കും. വൈകുന്നേരങ്ങളിൽ ജോലിയൊന്നുമില്ലാത്ത സമയം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പോയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന പോലുള്ള കുറേ കണ്ടൽ ചെടികൾ ഉള്ളൊരു ഭാഗമുണ്ട്. അവിടെ ഈ കോർണിഷിനോട് ചേർന്നിട്ടുള്ള ഈ കണ്ടലിൻ്റെ കൂടെ ചേർന്ന് കുറേ നടപ്പാതകളുണ്ട്. അവിടെ കുറേ ആളുകൾ വൈകുന്നേരങ്ങളിൽ ഈ ചെടികളുടെ സമീപത്തേക്ക് വരുന്നു. അവിടെ ഒരുപാട് കിളികളുണ്ട്. ഈ തടാകം ഇങ്ങനെ കണ്ടൽ ചെടി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ നാട്ടിലും സമൃദ്ധമായിട്ടുണ്ടല്ലോ ഈ ചെടികളും ഈ കായലൊക്കെ. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആളുകൾക്കെല്ലാം വന്ന് ഇരിക്കാവുന്ന അല്ലെങ്കിൽ ഈ നല്ലൊരു വൈബ് കിട്ടുന്ന ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷം എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടാ എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ എൻ്റെ ജോലി ഒരു 2 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നെ എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ ഇവിടെ നാട്ടിൽ വന്ന് എൻ്റെ പിതാവ് വാങ്ങിയ സ്ഥലമായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോട് കൂടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ഗസ്റ്റ് ഹൗസാണ് ആദ്യം ഉണ്ടാക്കിയത്. അത് ഗസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ തറവാട് പൊളിച്ചപ്പോൾ അതിലെ എല്ലാം ആവശ്യങ്ങളും കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പാഴ്വസ്തുക്കളുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ അമ്മാവന്മാരോടും എൻ്റെ വലിയപ്പാടോടും ചോദിച്ചു. കുറച്ച് ഓടുകളും മല്ലുകളൊക്കെ കൊണ്ടുവന്നു. ഒരു പഴയ രീതിയിലുള്ള ഒരു വില്ലേജ് ഹൗസ് അത് ഞാനിവിടെ പണിതു ആദ്യമായിട്ട്. അപ്പം അന്നൊക്കെ എനിക്ക് വിദേശത്തു നിന്നുള്ള കുറേ ഗസ്റ്റുകൾ വന്നിരുന്നു. കാരണം നമ്മളെ നാട്ടിലെ കേരളീയ രീതിയിലുള്ള ഒരു വീടും അതിലെ താമസമൊക്കെ ആഗ്രഹിച്ചിട്ട് വന്നിരുന്നു. അത്യാവശ്യം ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറേ ആളുകൾ നമ്മളെ സമീപിക്കും. ഇവിടെ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്തോട്ടെ, ക്ലബിൻ്റെ മീറ്റിംഗ് നടന്നോട്ടെ, അങ്ങനെ ആണ് ഈ ഒരു രീതിയിലേക്ക് കായൽക്കടവ്. ഇപ്പോൾ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്, ബർത്ത്ഡേ പാർട്ടി, അങ്ങനെ എല്ലാ സ്നേഹസംഗമങ്ങളും ഇപ്പോൾ റിസോർട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2007 എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കുറെ കൂടെ ഓപ്പൺ സ്പേസിലൊക്കെ ഫംഗ്ഷൻസ് നടത്തുന്ന അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. പക്ഷെ 2007 എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്ത് പുതിയൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പൊ അന്ന് ഇങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ഇവിടെ അന്ന് മുതലേ ഇങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു റിസോർട്ട് ആ ഒരു ഫങ്ഷൻസിന് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കുറച്ചൊരു ഫോർകാസ്റ്റിംഗ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉള്ള ഒരാളാണെന്ന് പറയാം അല്ലേ.
അല്ല, നമ്മൾ പിന്നെ യാദൃശ്ചികം കുറേ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിരുന്നു. ഒരു 25 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അബുദാബി കോർണിഷിൽ അവിടെ ജൂലി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നു, ആസ്വദിക്കുന്നു കണ്ടപ്പോൾ എൻ്റെ നാട്ടിലെ സംബന്ധിച്ചോളം പുഴ എന്ന് പറയുമ്പോൾ, നമ്മളെ നാട്ടിൽ പുഴ അല്ലെങ്കിൽ കായൽ എന്നൊക്കെ പറയുമ്പോൾ കുറേ വേസ്റ്റ് വലിച്ചെറിയാനുള്ള സ്ഥലം എന്നാണ് നമ്മളെ കൺസെപ്റ്റ്. പക്ഷേ ഇതിനെ നന്നായി ആസ്വദിക്കാം. ഇവിടെ നമ്മുടെ ഒരുപാട് നമ്മുടെ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്താം. കല്യാണങ്ങൾ പോലെ അല്ലെങ്കിൽ ബർത്ത്ഡേ പോലുള്ള നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കാനും അതിനൊക്കെ അനുയോജ്യമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു സ്ഥലമാണ് ഇത്തരം കായൽ പ്രദേശങ്ങൾ എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിത് ചെയ്യുമ്പോൾ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയൊരു ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയൊരു തെറ്റവിടെ ചെയ്യുന്നത് തോന്നിയിട്ടുള്ള ചില ആളുകൾക്കുണ്ടായിരുന്നു. കാരണം നമ്മളവിടെ കായലോര ടൂറിസം വേണം, എന്നാലോ കായൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒരു കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കായൽ കയ്യേറ്റം അല്ലെങ്കിൽ പുഴ കയ്യേറ്റം. എന്താണ് അതിൻ്റെ നല്ല വശങ്ങളെന്നും ചിന്തിക്കുന്നില്ല. പുഴ നമ്മൾ ആസ്വദിക്കണം, നമ്മൾ ആളുകൾക്ക് ആസ്വദിക്കാനാണെങ്കിൽ അവിടെ നല്ല മനോഹരമായിട്ടുള്ള നിർമ്മാണങ്ങൾ വേണം. അത് പരിസ്ഥിതിക്ക് എല്ലാവിധ എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ആ പരിസ്ഥിതി മാക്സിമം നമ്മൾ ആ പരിസ്ഥിതി ഭംഗി യൂസ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ ഉപയോഗിക്കാതെ കിടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാലിന്യങ്ങളും മറ്റും നിറഞ്ഞ് അങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കും. ഇത് എത്രയോ പേർക്ക് നമുക്കിപ്പോൾ ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ സന്തോഷങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അത് നിറഞ്ഞ അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് വലിയൊരു ഹാപ്പിയാണ് അത് കാണുമ്പോൾ. ഇപ്പം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ആളുകളുടെ ഒരു ഇത്തരം സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ കൂടുതൽ സ്വീകാര്യത കൂടി വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പാവട്ടി പഞ്ചായത്ത് വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് കായൽക്കടവാണ് ഒരു റിസോർട്ട് എന്ന ഒരു രീതിയിലേക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നൊന്നും റിസോർട്ടിൻ്റെ എന്ന പേര് പോലും പറയാൻ തന്നെ മടിച്ചിരുന്ന കാലമാണ്. ഇപ്പോൾ ഒരുപാട് റിസോർട്ടുകൾ നമ്മുടെ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ റിസോർട്ടിൽ വന്നിട്ടുണ്ട്, പാവട്ടി പഞ്ചായത്തിലുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു കായലിനെ പുഴേനൊക്കെ ആ രീതിയിൽ മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആളുകൾ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളൊരു തുടക്കം കുറിച്ചതിൽ ഒരു ആത്മനിർവൃതി എനിക്കുണ്ട്. ഇവിടെ കായൽക്കടവിൽ വന്നു കഴിഞ്ഞാൽ കുറെ പക്ഷി മൃഗാദികളുടെ ഒരു ഫ്രണ്ട്ലി സ്പേസ് കൂടിയാണല്ലേ. ഇവിടെ കുറെ കിളികളൊക്കെ വരുന്നതും കിളികൾക്ക് കുടിക്കാനായിട്ട് വെള്ളം ഒരുക്കി അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. വെള്ളം ഒരുക്കണം, കാരണം ഇതൊക്കെ ഉപ്പുവെള്ളമാണേ. അപ്പോൾ അവർക്ക് കുടിക്കാൻ ശുദ്ധജലം നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെക്കും. അപ്പോൾ ഇവിടെയൊക്കെ അതുപോലെ നമ്മുടെ അടുത്തൊക്കെ വന്ന് കിളികളൊക്കെ വന്നിരിക്കുന്ന ഈവനിങ് ടൈം ആയി കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസം നമ്മളെ ഒന്നും ചെയ്യില്ലാന്നറിയാം. അതുപോലെ നമുക്ക് കായൽക്കടവിന് ഈ അടുത്ത് നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതെ അതെ, ISO 901 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. അത് വലിയ സന്തോഷമുണ്ട്. അത് അതിൻ്റെ ഈ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ്. സന്തോഷമുണ്ട് ഇതിൽ. അപ്പോൾ എന്തൊക്കെ മാനദണ്ഡം നോക്കിയിട്ടാണ് ഇതിൻ്റെ മാനദണ്ഡം? ഇതിൻ്റെ ഇവിടുത്തെ ആളുകളുടെ മികച്ച അഭിപ്രായങ്ങൾ ചോദിക്കും, ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ. അത് ഓൺലൈനിലെല്ലാം അവർ നോക്കും, അവരൊരു സമിതിയുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ രേഖകളും നമ്മളവിടെ അവർ പരിശോധിക്കപ്പെടും. ഈ സ്ഥാപനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള എല്ലാ വിധ വശങ്ങളും പരിശോധിച്ച് പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് അവരുടെ നല്ല അഭിപ്രായങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് എന്നാണ് വിശ്വാസം കിട്ടിയിട്ടുള്ളത്. നമ്മൾ അതിന്റെ അപേക്ഷ വെച്ചു, നമുക്കത് കിട്ടി. അതാണ് പറയാറുള്ളത്. സന്തോഷമുണ്ട്. ഇപ്പോൾ കായൽക്കടവിൽ വരികയാണെങ്കിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ഇവിടെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്? ഇവിടെ കായൽക്കടവ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ അവർക്ക് ആസ്വദിക്കാം. പ്രധാനമായിട്ട് ഇപ്പോൾ കല്യാണങ്ങൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, എൻഗേജ്മെന്റ്, അതിനേക്കാൾ ഉപരിയായിട്ട് സാംസ്കാരിക പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ നടക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ദേശത്തിന് സർഗവസന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള ഒരുപാട് കായിക മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഏകദിന ക്യാമ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർ അതിൽ പങ്കെടുത്തു. സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഷൂട്ടിങ്ങുകൾ, അതേപോലെ തന്നെ ഫോട്ടോഷൂട്ടുകൾ, ഹെൽത്തി പ്രോഗ്രാമുകൾ, കവിയർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ സിനിമ, ആൽബം ഷൂട്ട് മുതൽ പിന്നെ നമ്മുടെ പേഴ്സണൽ ഫംഗ്ഷൻസ് വരെ ആദ്യകാലങ്ങളിൽ ഇവിടെ തിരക്കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കായൽക്കടവിൽ നിന്നിട്ട് ഭാവനയൊക്കെ ഉണരാനായിട്ട് അവർ വന്ന് ഇവിടെ ഇരുന്ന് കഥ എഴുതാനായിട്ട് വരും. ഒരുപാട് കഥ എഴുതിലുണ്ടായിട്ടുണ്ട്. മൈ ബിഗ് ഫാദർ, ജയറാം മറ്റേ അതിൻ്റെ ഒക്കെ ഇതായിരുന്നു. പിന്നെ ലാസ്റ്റ് കലാഭവൻ മണിയുടെ 1-2 സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കബഡി, പിന്നെ ലാസ്റ്റ് സിനിമ എനിക്ക് ഓർമ്മയില്ല. അവസാനത്തെ സിനിമ ഇവിടെ ഇരുന്നു, കലാഭവൻ ഷൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു 10-15 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് 1 വർഷത്തിന് ശേഷം പിന്നെ അത് ആ സിനിമ റിലീസായെന്ന് പറയുന്നു. എനിക്ക് ആ പേര് ഓർമ്മയില്ല. അങ്ങനെ ഇപ്പോഴും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ഫംഗ്ഷൻസ് ഡേറ്റ് അവിടെ നമ്മൾ
ഇവിടെ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ അത് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് വിഷമമുണ്ട് കൊടുക്കാൻ പറ്റാത്തതിൽ. പക്ഷേ ഓൾറെഡി പ്രോഗ്രാമിന് വേണ്ടി ബുക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ അത് കൊടുക്കുന്നില്ല ഇപ്പോൾ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ധാരാളം പരിപാടികളായിട്ട്, അതിപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷൻ മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇല്ല, എല്ലാവരും പല പല പരിപാടികളായിട്ട് ഇവിടെ കായൽക്കടവിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇനിയും നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ഓപ്പൺ സ്പേസിൽ മനോഹരമായിട്ടുള്ള കായലിൻ്റെ കടവത്തൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ, അതായത് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലെ സിനിമ അല്ലെങ്കിൽ ആൽബം ഷൂട്ടിംഗ് ഒക്കെ നടത്തണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കായൽക്കടവിലേക്ക് വരാം. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ, പാവർട്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ, അങ്ങനെ ഗുരുവായൂർ, പാവർട്ടി, ചാവക്കാട് ഇതിൻ്റെയൊക്കെ മധ്യത്തിലായിട്ട് വരുന്നത്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കിട്ടും.